ആര്യനും ജിസയിലും ഇനി ഒരുമിച്ച് കിടക്കില്ല, ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്യില്ല എന്ന തീരുമാനമെടുത്തിരിക്കുകയാണ്. അവിടെ വീട്ടിലുള്ള പലർക്കും ആര്യൻ്റെയും ജിസേലിൻ്റെയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ റോങ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നതെന്ന് അഭിപ്രായം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ടാണ് ഈ ഒരു അഭിപ്രായം അവിടെ കറങ്ങി നടക്കുന്നത്. മുനിയിലും അതുപോലെ തന്നെ അക്ബറുമൊക്കെയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞ് നടക്കുന്നവർ. അനുമോള് പിന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ, ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ മറ്റെന്തോ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ഇവർ തമ്മിലുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊന്നും മറ്റുള്ളവരാരും തന്നെ ഇത് വിശ്വസിച്ചിരുന്നില്ല, ഇത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇവരുടെ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പലരും അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് കാരണം ഒരു നെഗറ്റീവ് വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ബെഡ് ഇനി ഷെയർ ചെയ്യേണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ആര്യനും ജിസേലും. ഒനിയിലും അക്ബറും ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇവർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ജിസേൽ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒനിയിലിന് നേരത്തെ അഭിലാഷ് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു, അതുമാത്രമല്ല അക്ബറിന് അപ്പാനി ശരത്ത് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഇവർക്ക് വേണ്ടി കെയർ ചെയ്യാനും സംസാരിക്കാനും ഒന്നും ആരുമില്ല. അപ്പോൾ നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു അസൂയ തോന്നും. ഇപ്പോൾ നീ എനിക്ക് ഭക്ഷണം എടുത്തു തരുന്നു, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തു തരുന്നു, നിനക്ക് വേണ്ടി ഞാൻ കെയർ ചെയ്യുന്നു, എനിക്ക് വേണ്ടി നീ കെയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു അസൂയ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അസൂയയാണ് നമ്മളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് തോന്നിയത് എന്ന് ജിസേൽ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബെഡ് ഷെയർ ചെയ്യുന്നതൊക്കെ മാറ്റിയല്ലോ, ഇനി എന്താ പറയുന്നത് നമുക്ക് കാണാമെന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. എന്തായാലും ബെഡ് ഇനി ഷെയർ ചെയ്യില്ല എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.